KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴ തുടങ്ങിയതോടെ കാസർഗോഡ് നഗരവും പരിസര പ്രദേശങ്ങളും പനിഭീതിയിൽ. പാതയോരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും ശുദ്ധജലം ലഭിക്കാത്തതും പകർച്ചവ്യാധി പടരാൻ കാരണമായി. ആഡംബര വിവാഹം പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നാട്ടിക MLAയോട് CPI തൃശൂർ കമ്മിറ്റി വിശദീകരണം തേടുമെന്നും കാനം രാജേന്ദ്രൻ. മാതൃഭാഷാ പ്രശ്നം കത്തിപ്പടരുന്നു. കേരള സർക്കാരിനെതിരെ കർണാടകയിൽ വ്യാഴാഴ്ച പ്രതിഷേധ റാലിയും തലപ്പാടിയിൽ ബന്ദും. കാസർഗോഡ് പ്രതിഷേധ സമരം തുടരുമെന്ന് കന്നഡ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുരളീധര വെള്ളക്കൂറായ KCN ന്യൂസിനോട്. ജില്ലയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തിയ മെഗാ അദാലത്തിൽ 21 പരാതികൾ തീർപ്പാക്കി. യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയ യുവാവിനെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പനയാൾ ദേവകി വധക്കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. 5 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകാനുള്ള നീക്കം ആരംഭിച്ചത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ രുചി പകർന്ന് റംസാൻ വിപണി. ഈന്തപ്പഴത്തിനും കാരക്കയ്ക്കും പുറമെ വ്യത്യസ്തങ്ങളായ പഴങ്ങളൊരുക്കി കാസർഗോട്ടെ റംസാൻ വിപണി. വിശദമായ വാർത്തകളിലേക്ക്. മഴ തുടങ്ങിയതോടെ കാസർഗോഡ് നഗരവും പരിസര പ്രദേശങ്ങളും പനിഭീതിയിൽ. പകർച്ചവ്യാധിക്കെതിരെ 1 മാസം മുൻപേ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നെങ്കിലും പനി പടരുന്നത് തടയാനായില്ല. പാതയോരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും ശുദ്ധജലം ലഭിക്കാത്തതുമാണ് പകർച്ചവ്യാധി വ്യാപകമാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. മഴ കടുത്തതോടെ കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി പനി പടർന്നു പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 3 പേർക്കാണ് H1N1 പനി ബാധിച്ചത്. പാതയോരങ്ങളിലും മറ്റുമുള്ള മാലിന്യങ്ങൾ കൃത്യമായി നീക്കം ചെയ്യാത്തതും ശുദ്ധജലം ലഭിക്കാത്തതുമാണ് പനി പടരാൻ കാരണമായത്. ജില്ലയുടെ മലയോര മേഖലയിൽ ഡെങ്കിപ്പനി പടരാനും തുടങ്ങിയിട്ടുണ്ട്. ദിവസേന കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും മറ്റും നിരവധി പേരാണ് ചികിത്സ തേടിയെത്തുന്നത്. പകർച്ചവ്യാധി തടയാൻ ആരോഗ്യവകുപ്പ് മുൻകരുതലെടുത്തെങ്കിലും ഫലപ്രദമായില്ല. തീരദേശ മേഖലയിലും വ്യാപകമായി പനി പടരുകയാണ്. മഴക്കാലമായതോടെ തങ്ങി നിൽക്കുന്ന വെള്ളക്കെട്ടിൽ കൊതുക് കൂത്താടികൾ പെരുകുന്നത് ഏറെ ആശങ്കാജനകമാണ്. പഞ്ചായത്ത് തലത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇവ നീക്കം ചെയ്യാനും നിർദ്ദേശമുണ്ട്. ജില്ലയുടെ വടക്കും കിഴക്കുമായി കിടക്കുന്ന പ്രദേശങ്ങളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ചികിത്സ തേടി 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. പകർച്ചവ്യാധികളെ നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യവകുപ്പും ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ആഡംബര വിവാഹം പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നാട്ടിക MLAയോട് CPI തൃശൂർ കമ്മിറ്റി വിശദീകരണം തേടുമെന്നും കാനം രാജേന്ദ്രൻ. ആഡംബര വിവാഹത്തെ CPI അംഗീകരിക്കുന്നില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് എടുക്കുന്ന ഒരു കാര്യത്തെ അങ്ങനെ ഞങ്ങളതൊന്നും ശരിവെക്കുന്നില്ല. അവർ പാർട്ടി തൃശ്ശൂർ ജില്ലാ കൗൺസിൽ അംഗമാണ്. അവരോട് ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദീകരണം ചോദിക്കാൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് നടപടി വേണം എന്ന് ആലോചിക്കും. വിഷയത്തിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ മദ്യനയം വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. ഞങ്ങൾ നാളെ LDFിൽ മാത്രമേ മദ്യ നയത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ ചർച്ച ആരംഭിക്കൂ. അത് ഹൈക്കോടതിയോട് ചോദിക്കണം. നമ്മളിപ്പോൾ ഹൈക്കോടതി പറഞ്ഞില്ല, പരാമർശനം നടത്തുന്നില്ല. ഹൈക്കോടതി ഇന്നലെ തന്നെ ഹൈക്കോടതി ആരോ പരാമർശിച്ചതിനെ സംബന്ധിച്ച് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തി. ഞങ്ങളതിനൊന്നും പരാമർശിക്കാറില്ല. ദേശീയപാതയുടെ 500 മീറ്ററിൽ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ എല്ലാ സർക്കാരുകൾക്കും ബാധകമാണ്. അതനുസരിച്ചല്ലേ ഇവിടെ കൂട്ടിയത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ലേ മെറിഡിയൻ എന്ന് പറയുന്ന 5 സ്റ്റാർ UDF സർക്കാർ 675 കോടി സെസ് പിരിച്ചെടുത്തത് ചെലവഴിക്കാൻ തയ്യാറായില്ലെന്നും കാനം പറഞ്ഞു. മാതൃഭാഷാ പ്രശ്നം കത്തിപ്പടരുന്നു. കേരള സർക്കാരിനെതിരെ കർണാടകയിൽ വ്യാഴാഴ്ച പ്രതിഷേധ റാലിയും തലപ്പാടിയിൽ ബന്ദും. 12-ന് കർണാടകയിൽ സംസ്ഥാന ബന്ദിനും ആഹ്വാനം. കാസർഗോഡ് പ്രതിഷേധ സമരം തുടരുമെന്ന് കന്നഡ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുരളീധര വെള്ളക്കൂറായ KCN ന്യൂസിനോട് പറഞ്ഞു.
കാസർഗോഡ് ജില്ലയിലെ കന്നഡ മീഡിയം വിദ്യാലയങ്ങളിൽ മലയാളം നിർബന്ധമാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വ്യാഴാഴ്ച ബന്ദ് നടത്തുന്നത്. കർണാടക രക്ഷണവേദിക സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ബന്ദ്. ഇതിനു പുറമെ ജൂൺ 12-ന് കർണാടക സംസ്ഥാനത്തും ബന്ദ് ആചരിക്കുന്നുണ്ട്. കേരള സർക്കാരിനെതിരെ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലി വ്യാഴാഴ്ച രാവിലെ മംഗലാപുരം നെഹ്റു മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ റാലികൾ സംഘടിപ്പിക്കും. തലപ്പാടിയിൽ നടത്തുന്ന ബന്ദ് കേരള കർണാടക ബസ് സർവീസുകളെ ബാധിക്കുമെന്നാണ് അറിയിപ്പ്. കാസർഗോഡ് മേഖലയിലുള്ള കന്നഡ സംരക്ഷണ പോരാട്ടത്തിന് സഹായമാകുന്ന തലപ്പാടി ബന്ദിനെ സപ്പോർട്ട് ചെയ്യുമെന്നും കാസർഗോഡ് ജില്ലയിലും പ്രതിഷേധം ശക്തമാക്കുമെന്നും കന്നഡ പോരാട്ട സമിതി അധ്യക്ഷൻ മുരളീധര വെള്ളക്കുറായ KC ന്യൂസിനോട് പറഞ്ഞു. 8-ാം തീയതി കർണാടക രക്ഷണാവേദിക എന്ന് പറയുന്ന ഒരു സംഘടന കാസർഗോഡ് കർണാടക ഗഡി ബോർഡറിൽ ബന്ദ് ചെയ്യുന്നതിന് കോൾ കൊടുത്തിട്ടുണ്ട്. അത് കാസർഗോഡിൽ മലയാളം നിർബന്ധമായി പഠിപ്പിക്കണം എന്ന് കേരള സർക്കാരും ഇറക്കിയ ഉത്തരവിന് എതിരായിട്ടാണ്. ഈ കേരള സർക്കാർ ഇറക്കിയ ഈ ഉത്തരവിന് എതിരായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കന്നഡ പോരാട്ട സമിതി അതിന് ഒന്നിച്ച് നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കോസിന് സഹായം ചെയ്യുന്ന രീതിയിലാണ് അവർ ബന്ദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണമായിട്ട് കാസർഗോഡിലെ കുറേ ആൾക്കാർ കർണാടകത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന ആൾക്കാർക്കും ഇത് മനസ്സിലാക്കണം എന്ന നിലയിലാണ് അവർ അവിടെ ബന്ദ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാണ്. ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കാസർഗോഡിൻ്റെ എല്ലാ കന്നഡക്കാരും ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-ന് നടക്കുന്ന കർണാടക ബന്ദ് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്ന ആശങ്കയുമുണ്ട്. കേരളത്തിലെ കന്നഡ മീഡിയം സ്കൂളുകളിൽ മലയാളം നിർബന്ധമാക്കുന്നതിന് എതിരെ മാത്രമല്ല കർണാടക ബന്ദ്, കാസർഗോഡിനെ കർണാടകയിൽ ലയിപ്പിക്കണമെന്ന ആവശ്യവും ഇതിന് പിറകിലുണ്ട്. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കർണാടകയിലെ എല്ലാ വിഭാഗങ്ങളും ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നതിനാൽ കർണാടക ബന്ദ് പൂർണ്ണമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തിയ മെഗാ അദാലത്തിൽ 21 പരാതികൾ തീർപ്പാക്കി. തീർപ്പാകാത്ത പരാതികളിൽ പോലീസിനോടും വിവിധ വകുപ്പ് മേധാവികളോടും അന്വേഷിച്ച് റിപ്പോർട്ട് ഹാജരാക്കാൻ നിർദ്ദേശം. യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയ യുവാവിനെതിരെ നടപടിയെടുക്കാനും കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുമായി എത്തിയ 4 ദമ്പതികളെ കൗൺസിലിംഗിന് അയക്കുകയും യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയ യുവാവിനെതിരെ നടപടിയെടുക്കുവാൻ പോലീസിനോട് ആവശ്യപ്പെടുകയും വൃദ്ധ ദമ്പതികളെ സംരക്ഷിക്കുന്നില്ല എന്ന പരാതിയിലും വൃദ്ധരായ ദമ്പതികളെ സഹോദരങ്ങൾ ഉപദ്രവിക്കുന്നുവെന്ന പരാതിയിലും പോലീസിനോട് അന്വേഷിച്ച് നടപടിയെടുക്കുവാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. നീർത്തട പദ്ധതി പ്രകാരം വാഴകൃഷി നടത്തിയ ബേഡെടുക്ക കൊളത്തൂരിലെ പൗർണമി JLGയിലെ 5 സ്ത്രീകൾക്ക് ലഭിക്കേണ്ട 14,400 രൂപ 2 വർഷം കഴിഞ്ഞിട്ട് ലഭിച്ചില്ലെന്ന പരാതിയിൽ 1 മാസത്തിനകം പരിഹാരം കാണുവാൻ കാറോടുക്ക ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. ഉദുമ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിനെതിരെ പഞ്ചായത്ത് CDPO നൽകിയ പരാതിയിലും തീർപ്പായി. അദാലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് CDPOയുടെ പരാതിയിൽ കമ്മീഷൻ തീർപ്പാക്കിയത്. ദമ്പതികൾ തമ്മിൽ പരസ്പര ബഹുമാനത്തോടെ തുല്യരായി പെരുമാറിയാൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമെന്നും ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായാൽ ഭാര്യ തന്നെ പരാതി നൽകണമെന്നില്ലെന്നും കിട്ടുന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ലിസി ജോസ് പറഞ്ഞു. മെഗാ അദാലത്തിൽ ADMK അംബുജാക്ഷൻ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ P. ഡീന ഭരതൻ, ലീഗൽ അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ, അഡ്വക്കേറ്റ് ജോൺ എബ്രഹാം, വനിതാ സെൽ ഉദ്യോഗസ്ഥർ, കൗൺസിലർമാർ തുടങ്ങിയവർ സിറ്റിംഗിൽ പങ്കെടുത്തു. പനയാൽ ദേവകി കൊലപാതക കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. 5 മാസത്തിലേറെയായിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധം നിലനിൽക്കെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകാനുള്ള നീക്കം ആരംഭിച്ചത്. പനയാൽ കാട്ടിയെടുക്കത്തെ വീട്ടമ്മ ദേവകി കൊല്ലപ്പെട്ട കേസാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള നടപടികൾ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തു നിന്നും ഉണ്ടാകാനാണ് സാധ്യത. അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനെ തുടർന്ന് ആക്ഷൻ കമ്മിറ്റിയും BJP യുവമോർച്ച സംഘടനകളും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷണ സംഘത്തിന് പ്രതികളെ പിടികൂടാനാകാത്ത സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാനുള്ള സാഹചര്യം തെളിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 13-നാണ് കാട്ടിയെടുക്കത്തെ വീട്ടുമുറിയിൽ ദേവകിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടന്നിട്ട് 5 മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. വിപുലമായ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നിരുന്നു. സംശയം തോന്നിയവരെ ചോദ്യം ചെയ്തും മുടി പരിശോധന നടത്തിയുമുള്ള അന്വേഷണം വിഫലമായതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് നൽകാനുള്ള നീക്കം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് KCN.
റംസാൻ വിശേഷങ്ങളുമായി ഇനി നോമ്പാഴപ്പൊരുൾ. ഡ്രൈ ഫ്രൂട്ട്സിന്റെ രുചി പകർന്ന് റംസാൻ വിപണി ഈന്തപ്പഴത്തിനും കാരക്കയ്ക്കും പുറമെ വ്യത്യസ്തങ്ങളായ പഴങ്ങളാണ് കാസർഗോട്ടെ റംസാൻ വിപണിയെ സമ്പന്നമാക്കുന്നത്. കാരക്കയും പച്ചവെള്ളവും ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നതാണ് ഉത്തമമെന്ന പ്രവാചകന്റെ ഉപദേശത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച വിശ്വാസി സമൂഹത്തിന് കാരക്കയും ഈന്തപ്പഴവും ഇന്നും നോമ്പ് തുറ വിഭവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. കാസർഗോട്ടെ വിപണിയിൽ മാത്രം വിവിധതരം ഈന്തപ്പഴങ്ങളും കാരക്കയുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. 900 രൂപ വിലയുള്ള ജംബോ ഈന്തപ്പഴമാണ് വിപണിയിലെ താരം. 600 രൂപയുടെ സഫറിയും 360 രൂപയുടെ മബ്രൂക്കും 250 രൂപയുടെ മറുവയും ഏറെ വിറ്റുപോകുന്ന ഇനങ്ങളാണെന്ന് വ്യാപാരികൾ പറയുന്നു. പ്രാവശ്യം എല്ലാ വർഷത്തേക്കാളും ഡേറ്റ്സിൻ്റെ വിപണി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുള്ള വർഷം ഈ വർഷമാണ്. ഏറ്റവും കൂടുതൽ ഏകദേശം 50ഓളം ഐറ്റംസാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. അത്തിപ്പഴം മുതൽ അത്തിപ്പഴം നല്ലതും 2 ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൽ തന്നെ 2-3 പുതിയ ക്വാളിറ്റി ഇറക്കിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള വെച്ചാൽ കാഷ്യൂ, പിസ്ത, ഇതൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കിയതാണ്. എന്നാൽ ഈന്തപ്പഴത്തിലെ രാജാവായ അജ്വ ഈന്തപ്പഴത്തിന് വേണ്ടത്ര ഉപഭോക്താക്കളില്ല. കാരണം 1500 രൂപയാണ് ഇതിന് കിലോയ്ക്ക് വിലയുള്ളത്. ഈന്തപ്പഴവും കാരക്കയും പ്രധാനമായും സൗദി, ഇറാൻ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ഈന്തപ്പഴത്തിന് പുറമെ ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നന്നായി വിറ്റുപോകുന്നു. അപ്രിക്കോട്ടും അത്തിപ്പഴവുമാണ് മറ്റൊരു ഫേവറേറ്റ് ഐറ്റം. അത്തിപ്പഴത്തിന് 800 രൂപയും ആപ്രിക്കോട്ടിന് 700 രൂപയും വിലയുണ്ട്. ബദാമും പിസ്തയും വിപണിയിലെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തന്നെയാണ്. കസ്കസും ഇസാബ്ഗോലും സേമിയയും പതിവ് പോലെ തീൻമേശയിലെ ഇഷ്ട ഇനമാകുമ്പോൾ ക്വാഷ് ഐറ്റമുകൾക്കും ആവശ്യക്കാർ ഏറെയുണ്ട്. സ്പൈസ് പൗഡറുകളാണ് മറ്റൊരു പ്രധാന ഇനം. എന്തായാലും ഡ്രൈ ഫ്രൂട്ടുകളുടെ തിളക്കം കൊണ്ട് സമ്പന്നമാവുകയാണ് ഇത്തവണത്തെ റമസാൻ വിപണി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറിയും CITU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന KT പുരുഷോത്തമന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ വിവിധ സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറിയും CITU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന സഖാവ് KT പുരുഷോത്തമന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുസ്മരണ യോഗം നടത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ നേതാവാണ് യഥാർത്ഥത്തിൽ പുരുഷോത്തമൻ. കാസർഗോഡ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതാവെന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് കാസർഗോഡ് CITUവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായി സഖാ പുരുഷോത്തമൻ മാറുകയുണ്ടായി. പുരുഷോത്തമൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും കുടുംബജീവിതവുമെല്ലാം നമുക്ക് മാതൃകയാണ്. കാരണം നേരത്തെ വാക്സിനോട് പറഞ്ഞ മാറി എത്രമാത്രം പ്രയാസമേറിയ ഒരു രോഗം വന്നപ്പോഴും അദ്ദേഹം അത് വകവെക്കാതെ കണ്ടു. അതിനെല്ലാം വളരെ വലിയ മനക്കരുത്തോടുകൂടി നേരിടാൻ സഖാ പുരുഷോത്തമൻ തയ്യാറായി. ചടങ്ങിൽ A. നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഹനീഫ, TA അബൂബക്കർ, മണികണ്ഠൻ, കേശവൻ, ഷെരീഫ് കൊടവഞ്ചി, K. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് CITUവിന്റെ ആഭിമുഖ്യത്തിൽ 4ാമത് ജില്ലാ സമ്മേളനം ജൂൺ 10 നടക്കും. കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മുൻ MLAയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ P. രാഘവൻ ഉദ്ഘാടനം ചെയ്യും. MLM മേഖലയ്ക്ക് നോഡൽ ഓഫീസറെ നിയമിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കുക, മണി ചെയിൻ കമ്പനികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ച് പൂർണ്ണമായും തടയിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ ആഭിമുഖ്യത്തിൽ 4ാമത് ജില്ലാ സമ്മേളനം ജൂൺ 10 കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നുമ്മൽ NSS ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സമ്മേളനം മുൻ MLAയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ P. രാഘവൻ ഉദ്ഘാടനം ചെയ്യും. ഈ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള വ്യവസായം നിയമപരമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് തൊഴിലവസരമായിട്ട് മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയാണ് സംഘടന ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ജില്ലാ സമ്മേളനം 10-ാം തീയതി കാഞ്ഞങ്ങാട് കുന്നുമ്മൽ വെച്ച് നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ TP അശോക് കുമാർ, അബ്ബാസ് അലി, N. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
സർക്കാർ എയ്ഡഡ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ യാത്ര ഇളവ് നൽകാൻ തീരുമാനമായി. സ്ഥാപന മേധാവികൾ അനുവദിക്കുന്ന തിരിച്ചറിയൽ കാർഡോ ബസ് പാസോ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യാം. അതേസമയം പാരലൽ സെൽഫ് ഫിനാൻസിംഗ് മറ്റ് അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ RTO ഒപ്പിട്ട പാസാണ് ഉപയോഗിക്കേണ്ടത്. കളക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റിയുടെ ജില്ലാതല യോഗത്തിലാണ് തീരുമാനം. സർക്കാർ എയ്ഡഡ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സുകളിൽ യാത്രാ ഇളവ് നൽകുന്നതിനാണ് തീരുമാനമായത്. അതത് സ്ഥാപന മേധാവികൾ അനുവദിക്കുന്ന തിരിച്ചറിയൽ കാർഡോ ബസ് പാസോ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് അനുവദിക്കാനാണ് കളക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റിയുടെ ജില്ലാതല യോഗം തീരുമാനിച്ചത്. പാരലൽ സെൽഫ് ഫിനാൻസിംഗ് മറ്റ് അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിലെ വിദ്യാർത്ഥികൾ RTO ഒപ്പിട്ട പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യണം. പഠനവുമായി ബന്ധപ്പെട്ട് അവധി ദിവസമോ സമയപരിധിയോ നോക്കാതെ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവ് അനുവദിക്കും. അധ്യയനം ആരംഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂൺ 30 വരെ നിലവിലുള്ള പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം. 30-നകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകണം. വിദ്യാർത്ഥിയുടെ താമസ സ്ഥലത്തു നിന്നും പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കുള്ള യാത്രയ്ക്ക് മാത്രമാണ് ഇളവ് അനുവദിക്കുക. യാത്രാ ഇളവിൻ്റെ പേരിൽ ജില്ലയിൽ സംഘർഷമുണ്ടാകരുതെന്നും തർക്കങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കണമെന്നും യോഗം തീരുമാനിച്ചു. സ്വകാര്യ ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ല സമീപനമുണ്ടാകണമെന്നും യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. പരാതികളുണ്ടായാൽ പോലീസിനെയോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ഒഴിഞ്ഞു പോകണമെന്ന കോടതി വിധിക്ക് പുറമെ മഴയും നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലെ മത്സ്യ മാർക്കറ്റിനെ ബാധിച്ചു. മഴ തുടങ്ങിയതോടെ മാർക്കറ്റിന് ചുറ്റും ചെളിവെള്ളം നിറഞ്ഞു. വിൽപ്പന മാത്രമല്ല, പ്രശ്നം ആരോഗ്യത്തെയും ബാധിക്കുമെന്ന ആശങ്കയിൽ മത്സ്യവിൽപ്പനക്കാർ. മാർക്കറ്റ് ജംഗ്ഷനിൽ ജൈവനഗരിക്ക് സമീപം പുതുതായി നിർമ്മിച്ച മത്സ്യ മാർക്കറ്റാണ് വെള്ളത്തിൽ മുങ്ങിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കനത്ത മഴ പെയ്തതോടെയാണ് മാർക്കറ്റിന് ചുറ്റും ചെളിവെള്ളം നിറഞ്ഞത്. മീൻ വാങ്ങാൻ പോകുന്നവർ ചെളിയിൽ കുളിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ പലരും ഇവിടേക്ക് പോകാനും മടിക്കുന്നു. ഇത് കച്ചവടത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ചുറ്റും മണ്ണിട്ടുയർത്തിയതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നുമില്ല. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ രോഗാണുക്കൾ പെരുകാനും ഇടയുണ്ട്. മത്സ്യവിൽപ്പന തൊഴിലാളികളുടെ ആരോഗ്യത്തെയും ഇത് സാരമായി ബാധിക്കും. അതേസമയം മത്സ്യ മാർക്കറ്റ് പൊളിച്ചു നീക്കണമെന്ന കോടതി ഉത്തരവ് നിലവിലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ നഗരസഭ ഇന്നുവരെയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനും പ്രത്യക്ഷ സമരങ്ങൾ സംഘടിപ്പിക്കാനും മത്സ്യവിൽപ്പന തൊഴിലാളികളും ഒരുങ്ങുകയാണ്. ഹരിത കേരളം മിഷന്റെ ഹരിതഗ്രാമം പദ്ധതിക്ക് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പാലോത്ത് തുടക്കമിട്ടു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. പരിസ്ഥിതി ദിനത്തിലാണ് നവകേരള മിഷന്റെ ഹരിതഗ്രാമം പദ്ധതിയുടെ നീലേശ്വരം ബ്ലോക്ക് തല ഉദ്ഘാടനം കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ചരിത്രപ്രസിദ്ധമായ പാലോത്ത് നടന്നത്. M. രാജഗോപാലൻ MLA ഹരിതഗ്രാമ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി അധ്യക്ഷയായിരുന്നു. ഒരു മരം ഒരോർമ്മ എന്ന സന്ദേശമുയർത്തി ജില്ലാ കളക്ടർ K. ജീവൻ ബാബു വൃക്ഷത്തൈ നടൽ നിർവഹിച്ചു. പാലോത്തെ സ്തംഭം പ്രദേശത്താണ് ചടങ്ങുകൾ നടന്നത്. EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭൂമിയും സ്ഥലവും ഇല്ലാത്തവർക്ക് പണ്ട് ഇവിടെ വീട് വെച്ച് നൽകിയിരുന്നു. സർക്കാരിന്റെ തണലിൽ കഴിഞ്ഞ 25ഓളം കുടുംബത്തിനു വേണ്ടി നടപ്പാക്കിയ സഹകരണ കോളനിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു സ്തംഭം സ്ഥാപിച്ചിരുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇവിടെ സ്ഥാപിച്ച സ്തംഭമാണ് പിന്നീട് ഈ പ്രദേശത്തിന് പാലോത്ത് സ്തംഭം എന്ന പേരാണ് കാരണമായത്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ വേണ്ടതിലധികം ഭൂമി തരുന്നുണ്ടെന്നും അതിലേറെ അനാവശ്യമായ രീതിയിൽ ഭൂമിയെ ദ്രോഹിക്കരുതെന്നും നല്ല ബോധമുണ്ടായിരുന്ന, യഥാർത്ഥ പരിസ്ഥിതി ബോധമുണ്ടായിരുന്ന ഒരു തലമുറയായിരുന്നു നമുക്ക്. വലിയ വലിയ ജാർഗണുകൾ, വലിയ വലിയ പേരുകളൊന്നും ഇല്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഓരോ കോണിലും പരിസ്ഥിതിയെയും ഭൂമിയെയും സ്നേഹിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മ എല്ലാം മക്കളായിട്ടാണ് നമ്മളെല്ലാവരും വളർന്നു വന്നത്. എന്നാൽ കാലം കുറെ കഴിഞ്ഞ് പോയപ്പോൾ ഈ ഭൂമിയെ ഏത് രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത്. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് K. ശകുന്തള ഒരു മരം ഒരോർമ്മയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. നാരായണൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ KV ബിന്ദു, കയ്യൂർ ചീമേനി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കൈനി കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദിലീപ് തങ്കച്ചൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. മോഹനൻ, K. വിജയകുമാരി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ K. സുധാകരൻ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KP പ്രജികുമാർ നന്ദിയും പറഞ്ഞു. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രയുടെ ജില്ലയിലെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റോർ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. ദേവൻ ലിങ്ക് റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രയുടെ ജില്ലയിലെ ആദ്യത്തെ മെഡിക്കൽ സ്റ്റോറാണ് കാഞ്ഞങ്ങാട് ദേവൻ ലിങ്ക് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ ജീവൻ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, ക്യാൻസർ, ഗാസ്ട്രോ,
ആന്റിബയോട്ടിക്സ് തുടങ്ങിയവയ്ക്കുള്ള 600-ൽ പരം മരുന്നുകൾ ഇവിടെ ലഭ്യമാണ്. അഡ്വക്കേറ്റ് കെ കരുണാകരൻ, സുധീഷ് ചന്ദ്രൻ, എ വേലായുധൻ, നാഗരാജ്, പി വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. തീരദേശങ്ങളിൽ വറുതിയുടെ നാളുകൾ. അരി വിതരണം നടത്തി കുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രദേശ കമ്മിറ്റികൾ. മഴ കനത്തതോടെ പട്ടിണിക്കാലത്തേക്ക് നീങ്ങുന്ന തീരദേശ കുടുംബങ്ങൾക്ക് ആശ്വാസമായി അജാനൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം. തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ വിഹിതം കുറച്ചതും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വിനയായി. ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ശ്രീ കുറുമ്പ ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. കടലും കരയും എല്ലാം ഉണങ്ങാൻ തുടങ്ങി. മത്സ്യത്തൊഴിലാളികൾ മുഴുവനും പട്ടിണിയിലേക്ക് പോകുന്ന ആ കാലഘട്ടത്തിൽ ഈ അരി വിതരണം അനിവാര്യമാണെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ഞമാസമായ ഈ മാസത്തിലേക്ക് ഈ അരി വിതരണം ചെയ്തത്. അതിയാൽ പ്രാദേശിക തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരി വിതരണം AP കണ്ണൻ കാരണവർ ഉദ്ഘാടനം ചെയ്തു. അള്ളാഹുവിനെ വിചാരിച്ചിട്ട് മണി എല്ലാ പുരോഗതിയും ഞങ്ങൾക്കും മത്സ്യസമ്പത്തിലും വന്ന് കൂടെ പ്രാർത്ഥിക്കണം നിസ്കാര സമയത്തിൽ കേട്ടാ. AK ബാലകൃഷ്ണൻ അധ്യക്ഷനായി. AR ശിശുപാലൻ, ഗോപി കൊട്ടക്കാരൻ, AV സ്വാമിക്കുട്ടി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മഴ തുടങ്ങിയതോടെ കാസർഗോഡ് നഗരവും പരിസര പ്രദേശങ്ങളും പനി ഭീതിയിൽ. പാതയോരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതും ശുദ്ധജലം ലഭിക്കാത്തതും പകർച്ചവ്യാധി പടരാൻ കാരണമായി. ആഡംബര വിവാഹം പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നാട്ടിക MLAയോട് CPI തൃശൂർ കമ്മിറ്റി വിശദീകരണം തേടുമെന്നും കാനം രാജേന്ദ്രൻ. മാതൃഭാഷാ പ്രശ്നം കത്തിപ്പടരുന്നു. കേരള സർക്കാരിനെതിരെ കർണാടകയിൽ വ്യാഴാഴ്ച പ്രതിഷേധ റാലിയും തലപ്പാടിയിൽ ബന്ദും. കാസർഗോഡ് പ്രതിഷേധ സമരം തുടരുമെന്ന് കന്നഡ സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുരളീധര വെള്ളക്കൂറായ KCN ന്യൂസിനോട്. ജില്ലയിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തിയ മെഗാ അദാലത്തിൽ 21 പരാതികൾ തീർപ്പാക്കി. യുവതിയെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയ യുവാവിനെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. പനയാൾ ദേവകി വധക്കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. 5 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകാനുള്ള നീക്കം ആരംഭിച്ചത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെ രുചി പകർന്ന് റംസാൻ വിപണി. ഈന്തപ്പഴത്തിനും കാരക്കയ്ക്കും പുറമെ വ്യത്യസ്തങ്ങളായ പഴങ്ങളൊരുക്കി കാസർകോട്ടെ റംസാൻ വിപണി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.